പ്രിയ വിദ്യാർത്ഥികളെ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇംപ്രൂവ്മെൻറ്റ് ഫസ്റ്റ് ഇയർ മൂന്നാമത്തെ ചാപ്റ്ററാണ്. കഴിഞ്ഞ രണ്ട് ചാപ്റ്റർ രണ്ട് വീഡിയോകളായിട്ട് എടുത്തിരുന്നു. അത് ഒരുപാട് കുട്ടികൾക്ക് അത് പ്രയോജനപ്പെട്ടു. അവരൊക്കെ വിളിച്ചിരുന്നു. ഇത് നിങ്ങൾ മാക്സിമം കുട്ടികളിലേക്ക് ഇത് ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് അവസാനം A+ മാർക്ക് മേടിക്കാനുള്ള ഒരു അവസരമാണിത്. ഷുവർ A+ ആണ് നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് എല്ലാ കുട്ടികൾക്കും ഇത് ഷെയർ ചെയ്യണം. കൂടാതെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതോടൊപ്പം തന്നെ കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾ ജോയിൻ ചെയ്യുക. പുതിയ പുതിയ വീഡിയോസും അതോടൊപ്പം തന്നെ അപ്ഡേഷൻസും ഒക്കെ അതിനകത്തോട്ട് ഇടുന്നതായിരിക്കും. നമുക്ക് സമയം കളയുന്നില്ല. പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോബ്ലം സോൾവിങ്, പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിങ്. ഇതിനകത്തുനിന്ന് ഒരു 5 മാർക്കിൻ്റെ ഷുവർ ക്വസ്റ്റ്യനാണ് ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഒന്നുകിൽ ഇതൊരു 5 മാർക്ക് essay ആയിട്ട് ചോദിക്കും, അല്ലെങ്കിൽ 3+2 അല്ലെങ്കിൽ 3+1+1 ആ ഒരു കാറ്റഗറിയിൽ ഒരു 5 മാർക്ക് ഇതിനകത്ത് ഉറപ്പായിട്ട് ചോദിക്കും. ഒരു സ്റ്റെപ്പായിട്ടൊക്കെ പഠിക്കാമെങ്കിൽ വളരെ എളുപ്പമാണ്. അപ്പോൾ അതിലേക്കാണ് ഞാൻ പോകുന്നത്. ആദ്യം ഇതൊന്ന് പറയും. 2 അപ്രോച്ചസാണ് ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യുന്നതിന്. ഈ ചാപ്റ്റർ ഉദ്ദേശം തന്നെ വലിയൊരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ഉണ്ടാക്കുന്നതിന് ഏതൊക്കെ ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് 2 അപ്രോച്ച് പറയുന്നുണ്ട്. ടോപ്പ് ഡൗൺ ഡിസൈൻ ആൻഡ് ബോട്ടം അപ്പ് ഡിസൈൻ. ഇതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഞാൻ സിംഗിൾ വീഡിയോയിലൊക്കെ വേറെ ചെയ്തിട്ടുണ്ട്. അത് നോക്കുക നിങ്ങൾ. ടോപ്പ് ഡൗൺ എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് താഴോട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ടോപ്പ് ഡൗൺ എന്ന് പറയുന്നത്. ബോട്ടം അപ്പ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വീടുണ്ടാക്കുന്നത് ബോട്ടം താഴെ നിന്ന് പണിഞ്ഞ് മേൽക്കൂര പണിയുന്നു. അതാണ് ബോട്ടം അപ്പ്. ടോപ്പ് ഡൗൺ എന്ന് പറഞ്ഞാൽ നമ്മളതിൻ്റെ ചിത്രം വരയ്ക്കുന്നു. ഒരു വീടിൻ്റെ ചിത്രം വരയ്ക്കുമ്പോൾ നമ്മളതിൻ്റെ മേൽക്കൂര ആദ്യം വരയ്ക്കുന്നു, പിന്നെ താഴേക്ക് പോകുന്നു. ആ ഒരു അപ്രോച്ചാണ് ടോപ്പ് ഡൗൺ അപ്രോച്ച് ആൻഡ് ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നതാണ്. ഈ ഫേസസ് 7 വാക്കുകൾ പഠിച്ചാൽ തന്നെ ഈ ഒരു ചാപ്റ്റർ മുഴുവൻ ഫുള്ളായി കഴിഞ്ഞു. അതായത് പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ, പ്രിപ്പയറിംഗ് അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട്, കോഡിംഗ് ദ പ്രോഗ്രാം, ട്രാൻസ്ലേഷൻ, ഡീബഗ്ഗിംഗ്, എക്സിക്യൂഷൻ ആൻഡ് ടെസ്റ്റിംഗ്, ഡോക്യുമെൻറ്റേഷൻ. നിങ്ങൾക്ക് 5 മാർക്കിന് ചോദ്യം ചോദിച്ചാൽ ഈ ഒരു 7 പോയിൻ്റ് എഴുതിയാൽ തന്നെ 3 മാർക്ക് ഉറപ്പായിട്ട് കിട്ടും. അപ്പോൾ ഈ വാചകം പഠിച്ചു വെച്ചേക്കുക, ഒരു 7 എണ്ണം. ഇതിൻ്റെ വിശദാംശമാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഓരോന്നും. പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്ഥാപനം കമ്പ്യൂട്ടറൈസ് ചെയ്യണം. അപ്പോൾ അവിടുത്തെ പ്രശ്നം എന്താണ് എന്ന് ആദ്യം നമ്മൾ പഠിക്കുന്നു. ദ പ്രോബ്ലം ടു ബി ഐഡൻറ്റിഫൈഡ്, ദറ്റ് ഈസ് കോൾഡ് പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ. ഇതിന് വേണ്ടി നമ്മൾ അൽഗോരിതം ഫ്ലോ ചാർട്ട് എടുക്കുന്നു. അൽഗോരിതം എന്താണെന്ന് ഞാൻ ഡെഫിനേഷനായിട്ട് പറയുന്നത്. ഒത്തിരി എക്സാമ്പിൾ, നമ്മുടെ വീട്ടിലൊരു ചായ ഉണ്ടാക്കുന്നു, അതിന് വിവിധ അൽഗോരിതങ്ങളുണ്ട് അല്ലേ? ഓരോരുത്തരുടെ വീട്ടിൽ ഓരോ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അതൊരു അൽഗോരിതമാണത്. അപ്പോൾ അൽഗോരിതം എന്നുള്ളത് ആദ്യമായിട്ട് കൊണ്ടുവന്ന ആൾ, അദ്ദേഹത്തിൻ്റെ പേരൊന്ന് ഓർത്ത് വെച്ചേക്കണം. അബു ജഫാർ മുഹമ്മദ് ഐബിൻ മൂസ അൽ ഖൗറാസ്മി എന്ന് പറയുന്ന ആളാണ് ഈ അൽഗോരിതം പ്രപ്പോസ് ചെയ്തത്. എന്താണ് ഈ അൽഗോരിതം എന്ന് പറയുന്നത്? ഇറ്റ് ഇസ് എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ടു സോൾവ് എ പ്രോബ്ലം. ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇംഗ്ലീഷ് ലെവലിൽ എഴുതുന്ന ഒരു വരികളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അൽഗോരിതം എന്ന് പറയുന്നത്. അതിൻ്റെ എല്ലാ നിയമങ്ങളുണ്ട്. അതൊരു എല്ലാ അൽഗോരിതത്തിനും ഇൻപുട്ട് ഉണ്ടായിരിക്കും. പിന്നെ വേരിയബിൾസ് ടു റെഫർ ഡേറ്റ, അതായത് ചായ ഉണ്ടാക്കാനാണെങ്കിൽ നമ്മൾ പഞ്ചസാര, തേയില, പാല് ഇതൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഈച്ച് ആൻഡ് എവരി ഷുഡ് ബി പ്രിസൈസ് ആൻഡ് അൺആംബിക്വസ്, വ്യക്തമായിരിക്കണം, ചുരുക്കത്തിലുള്ളതായിരിക്കണം. മസ്റ്റ് ബി ഡിഫിക്കൽട്ട് സച്ച് ദാറ്റ് ഇറ്റ് ക്യാൻ പ്രിൻസിപ്പിൾ ബി ക്യാരിഡ് ഇൻ ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റെപ്സ്. അത് വളരെ ചുരുക്കം വരികളിൽ അത് തീർക്കണം. അത് ദ ടോട്ടൽ ടൈം ക്യാരിഡ് ഔട്ട് ടു ഓൾ ദി സ്റ്റെപ്സ് അൽഗോരിതം മസ്റ്റ് ബി ഫൈനൈറ്റ്, വളരെ ബ്രീഫ് ആയിരിക്കണം, ഫൈനൈറ്റ് ആയിരിക്കണം. എല്ലാ അൽഗോരിതത്തിനും ഒരു ഔട്ട്പുട്ട് ഉണ്ടായിരിക്കുന്നു. ചായ ഉണ്ടാക്കിയാൽ അവസാനം നമുക്ക് ചായ കിട്ടുന്നു. അപ്പോൾ ഒരു 6 ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് അൽഗോരിതത്തിന്. അത് നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. എല്ലാത്തിൻ്റെ ഫസ്റ്റ് ലൈൻ മാത്രം പഠിച്ചാൽ മതി, എളുപ്പമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു 3 നമ്പർ ആഡ് ചെയ്യുന്ന ഒരു അൽഗോരിതം കൊടുത്തിരിക്കുന്നു. അതിൻ്റെ സ്റ്റെപ്പ് 1 എന്ന് എഴുതുക. ഈ സ്റ്റെപ്പ് 1 എന്ന് എഴുതി സ്റ്റെപ്പ് 4, ഈ സ്റ്റെപ്പ് എഴുതുന്നതിന് മാർക്കുണ്ട്. തുടക്കം എഴുതുന്നതിന് ഇൻപുട്ട് 3 numbers, then add these numbers to get the sum, divide the number by 3 to get average, print sum and average. അതൊരു സിമ്പിൾ ലോജിക്കിൽ ഏറ്റവും ചുരുക്കത്തിൽ വളരെ ബ്രീഫായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ ഇംഗ്ലീഷ് ലെവലിൽ എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി നമുക്കൊരു ഇച്ചിരൂടെ അൽഗോരിതത്തിൻ്റെ മറ്റൊരു ഭാഷയിൽ എഴുതിയിരിക്കുന്നു. അപ്പോൾ സ്റ്റെപ്പ് 1 സ്റ്റാർട്ട്. അപ്പോൾ ഒരു അൽഗോരിതം എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റാർട്ടും സ്റ്റോപ്പും ഉണ്ടെങ്കിൽ 1 മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ സ്റ്റാർട്ട്, ഇൻപുട്ട് ABC, 3 നമ്പർ ഇൻപുട്ട് ചെയ്തു, പകരം ABC എന്ന് കൊടുത്തു. S=A + B, Aയും Bയും Cയും കൂടെ കൂട്ടിയിട്ട് Sൽ സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് S/3 അത് ആവറേജിൽ സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് പ്രിൻ്റ് SAVG സ്റ്റോപ്പ്. ഇതാണ് 3 നമ്പർ തന്നാൽ അത് ആവറേജും പ്രിൻറ്റിങ് കാണുന്നതിനുള്ള അൽഗോരിതമാണിത്. ഇത് നിങ്ങൾ വിശദാംശമായിട്ട് പഠിക്കുക. ഇനി ഈ അൽഗോരിതത്തിൻ്റെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ഫ്ലോ ചാർട്ടാണ്. ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ എഴുതിയ അൽഗോരിതത്തിന് ഒരു പിക്ടോറിയൽ ചിത്ര രൂപത്തിലുള്ള റെപ്രസെൻറ്റേഷനാണ് ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. So flowchart is the pictorial representation to solve a problem. Pictorial representation.
അത് ഓർത്തിരിക്കുക ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. ഈ ഫ്ലോ ചാർട്ട് പഠിക്കുമ്പോൾ സിമ്പിൾസ് ഉണ്ട്. ഒരു വർഷം ചോദിച്ചാണ് പരീക്ഷയ്ക്ക് 5 മാർക്കിന്. ഇനി അത് ചോദിക്കും ഫ്ലോ ചാർട്ട് സിമ്പിൾസ്. ഒന്ന് ടെർമിനൽ ചിത്രം കണ്ടല്ലോ, ഇൻപുട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ടെർമിനൽ സിമ്പിൾ, സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പിന് വേണ്ടിയാണ് ടെർമിനൽ സിമ്പിൾ ഉപയോഗിക്കുന്നത്. ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ടിന് വേണ്ടി നമുക്ക് പാരലോഗ്രാം സിമ്പിൾ, പ്രോസസ്സിന് വേണ്ടി റെക്റ്റാങ്കിൾ സിമ്പിൾ, ഡിസിഷന് വേണ്ടി ഡിസിഷൻ സിമ്പിൾ, ഫ്ലോ ലൈൻസ് നമുക്ക് ആരോ മാർക്ക് ഉപയോഗിക്കാം. അതുകൊണ്ട് തന്നെ കണക്ടർ, ചിലപ്പോൾ ഒരു ഫ്ലോ ചാർട്ട് വരയ്ക്കുമ്പോൾ ഒരു പേജിൽ തികയത്തില്ല, രണ്ടാമത്തെ പേജിലൂടെ വരണം, കണക്ടർ ഉപയോഗിച്ച് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ മുമ്പേ പറഞ്ഞ 3 നമ്പർ ഇതാ ഒരു ഫ്ലോ ചാർട്ടായിട്ട് വരച്ചിരിക്കുന്നു. സ്റ്റാർട്ട്, ഇൻപുട്ട് ABC പാരലോഗ്രാം, S=A+B+C, ആവറേജ് S/3. അത് പ്രോസസ്സാണ്, അതുകൊണ്ട് തന്നെ അത് റെക്റ്റാങ്കിളാണ്. പ്രിൻ്റ് SAVG വീണ്ടും പാരലോഗ്രാമാണ്. സ്റ്റോപ്പ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ഫ്ലോ ചാർട്ട് നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സ്ട്രക്ചർ ഏകദേശം വന്നാൽ തന്നെ പകുതി കൂടുതൽ മാർക്ക് കിട്ടും. അതായത് ഇൻപുട്ടിന് എപ്പോഴും പാരലോഗ്രാം ഉപയോഗിക്കാവൂ, പ്രോസസ്സിന് എപ്പോഴും ഓർക്കുക റെക്റ്റാങ്കിളാണ്, ഔട്ട്പുട്ടിന് പാരലോഗ്രാമാണ്, സ്റ്റാർട്ടിന് സ്റ്റോപ്പിനും റെക്റ്റാങ്കിൾ വിത്ത് റൗണ്ട് എഡ്ജ്. ഇത്രയും കാര്യങ്ങൾ ഓർത്താൽ തന്നെ നിങ്ങൾക്ക് പകുതി 3/4 മാർക്ക് കിട്ടും. ബാക്കി നിങ്ങൾ എഴുതി വെച്ചാൽ മതി. ഇനി ഫ്ലോ ചാർട്ടിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ എളുപ്പം, ബെറ്റർ കമ്മ്യൂണിക്കേഷൻ, ഇഫക്റ്റീവ് അനാലിസിസ്, ഇഫക്റ്റീവ് സിന്തസിസ്, എഫക്റ്റീവ് കോഡിംഗ് ആണ്. എന്നിരുന്നാലും ചില ലിമിറ്റേഷനൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇത് ടൈം കൺസ്യൂമിംഗ് ആണ്, ലബോറിയസ് ആണ്, പിന്നീട് ആഡ് ചെയ്യാൻ പറ്റത്തില്ല, ആഡ് ചെയ്താൽ ദർ ഇസ് നോ സ്റ്റാൻഡേർഡ്, പ്രത്യേകമായിട്ടുള്ള സ്റ്റാൻഡേർഡ് ഒന്നുമില്ല എന്നുള്ള കാര്യം പറയുന്നു. ഇപ്പോൾ കുറേ എക്സാമ്പിൾസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങളതെല്ലാം ഒന്ന് നോക്കുക. ഇത് ഫൈൻഡ് ദ ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ, അതൊരു അൽഗോരിതം ഫ്ലോ ചാർട്ട് കൊടുക്കുമ്പോൾ പറഞ്ഞാൽ അതേ മോഡൽ തന്നെയാണ്. ഇനി മറ്റൊരു എക്സാമ്പിളാണ് നമുക്ക് ടു ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദി ടോളർ എമംഗ് 2 സ്റ്റുഡൻസ്. ഇവിടെ 2 പേരുടെ ഹൈറ്റ് എന്നുള്ളതിൽ ടോളർ കണ്ടുപിടിക്കുന്നത്. ഇവിടെ ഒരു ഡിസ്റ്റൻസ് സിമ്പൽ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്റ്റാർട്ട്, ഇൻപുട്ട് H1 H2, ഹൈറ്റ് 1 H2 എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ് H1 H2. ഈസ് H1 ഗ്രേറ്റർ ദാൻ H2. അതിന് ഒരു എൻട്രിയും 2 എക്സിറ്റും ഉള്ളതാണ് ഡിസിഷൻ സിമ്പൽ എന്ന് പറയുന്നത്. അത് യെസ് ആണെങ്കിൽ പ്രിൻ്റ് H1, നോ ആണെങ്കിൽ പ്രിൻ്റ് H2. അപ്പോൾ H1 ഇവിടോട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഇത് സിമ്പിൾ ആണ്, കമ്പാരിസൺ ചെയ്യുന്നുണ്ടത്. ഓക്കെ, ഇച്ചിരൂടെ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരെണ്ണം വന്നിട്ടുണ്ട്. ടു ഇൻപുട്ട് ദ സ്കോർ ഓഫ് 3 യൂണിറ്റ് ടെസ്റ്റ് ആൻഡ് ഫൈൻഡ് ദ ഹയസ്റ്റ് സ്കോർ. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെയുള്ളൂ, 2 ഡിസിഷൻ സിമ്പൽ വന്നിരിക്കുന്നു. ഇതിനൂടെ കണക്ട് ചെയ്ത് അവസാനം റിസൾട്ട് വന്നിരിക്കുന്നു. വ്യക്തമായ രീതിയിൽ ബുക്കിലുണ്ട്, അത് വായിച്ച് നോക്കിയാൽ മതിയാകും. മറ്റൊരു എക്സാമ്പിൾ, ടു പ്രിൻറ്റ് ദ നമ്പേഴ്സ് ഫ്രം 1 to 100. ഇവിടെ ഒരു ലൂപ്പാണ്, 1 മുതൽ 100 വരെയുള്ള നമ്പർ ഒന്ന് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഈ ഇതോടെ എക്സാമ്പിൾ ഞാൻ പറയാം. സ്റ്റാർട്ട് n=1, ഒന്നൊന്ന് പ്രിൻറ്റ് ചെയ്യും, എന്നിട്ട് ആ 1 പ്രിൻറ്റ് ചെയ്യുന്നു. ഇവിടെ 1 എന്നിൻ്റെ വാല്യൂ ആദ്യം ഇനിഷ്യലൈസ് ചെയ്യുന്നു. ഈ പ്രിൻറ്റ് n വരുമ്പോൾ ആ പ്രിൻറ്റ് n 1 പ്രിൻറ്റ് ചെയ്യുന്നു. n=n+1, പഴയ എന്നിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടുന്നതാണ് പുതിയ n, അതായത് 1 + 1 2. ഈ 2 ഇവിടെ വരുമ്പോൾ 100-ൽ താഴെയാണോ എന്ന് നോക്കും. യെസ് ആണെങ്കിൽ 100-ൽ താഴെയാണെങ്കിൽ അത് 2 പ്രിൻറ്റ് ചെയ്യും. വീണ്ടും ഇവിടെ 3 വരും, 3 100-ൽ താഴെയാണോ 3 പ്രിൻറ്റ് ചെയ്യും. 4 5 6 അങ്ങനെ 100-ൽ താഴെ 100-ന് സമമായി ആകുമ്പോൾ 100 വരെ പ്രിൻറ്റ് ചെയ്യും. 101 വരുമ്പോൾ അത് എക്സിറ്റ് ആകും, സ്റ്റോപ്പ് അടിക്കും. അങ്ങനെയാണ് ഇതെല്ലാം ഒരെണ്ണം പഠിച്ചു വെച്ചേക്കുക, ഒരെണ്ണം ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് വേറൊരു ചോദ്യം ഇവിടുന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒരു ലൂപ്പിൻ്റെ പാർട്സ് ഏതൊക്കെയാണ് അത് ചോദിക്കും. ഇനിഷ്യലൈസേഷൻ, കണ്ടീഷൻ, ബോഡി ഓഫ് ദി ലൂപ്പ്, അപ്ഡേഷൻ. ഈ ചിത്രം വരച്ചാൽ മതി. ഫ്ലോ ചാർട്ട് ഓഫ് ലൂപ്പിൻ്റെ പാർട്സ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഇനിഷ്യലൈസേഷൻ, കണ്ടീഷൻ, ബോഡി ഓഫ് ദി ലൂപ്പ്, അപ്ഡേഷൻ. അതങ്ങ് പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ അങ്ങനെ 2-3-4 എക്സാമ്പിളോട് ഇതേ മോഡലിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ നോക്കുക. അത് വിശദമായിട്ട് പഠിപ്പിക്കുന്ന വീഡിയോ ഓരോ ചാപ്റ്റർ വൈസ് വേറെയുണ്ട്, അത് നോക്കുക. അപ്പോൾ ഇതിലെ ഒരെണ്ണം എൻട്രി കൺട്രോൾഡ്, എക്സിറ്റ് കൺട്രോൾഡ്. എൻട്രി എന്ന് പറഞ്ഞാൽ പ്രവേശിക്കുന്ന സമയത്ത് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. കണ്ടീഷൻ ഇസ് ചെക്ക് ബിഫോർ ദ എക്സിക്യൂഷൻ ഓഫ് ദ ബോഡി, കണ്ടീഷൻ ഇസ് ചെക്ക് ആഫ്റ്റർ ദി എക്സിക്യൂഷൻ ഓഫ് ദ ബോഡി. നമ്മൾ തിയേറ്ററിൽ ചെല്ലുമ്പോൾ ആദ്യമായി ടിക്കറ്റ് നോക്കുന്നത് അത് എൻട്രി കൺട്രോളാണ്. മറിച്ച് നമ്മൾ എയർപോർട്ടിൽ പോകുമ്പോൾ നമ്മൾ വാഹനം പാർക്ക് ചെയ്തിട്ട് അവസാനമാണ് നമ്മളോട് ടിക്കറ്റ് ചോദിക്കുന്നത്, അത് എക്സിറ്റ് കൺട്രോളാണ്. അപ്പോൾ ആ രീതി നമുക്കതിനെ ചിന്തിക്കാം. അത് നിങ്ങൾ ഇതിൻ്റെ ഡിഫറൻസ് ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് ഇപ്പോൾ നമ്മളെന്തോ പറഞ്ഞത്, പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാം 2 സ്റ്റെപ്പ് കഴിഞ്ഞ് പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ, ദെൻ നെക്സ്റ്റ് അൽഗോരിതം ഫ്ലോ ചാർട്ട്, മൂന്നാമത്തത് കോഡിംഗ്. ഈ അൽഗോരിതത്തെ ഫ്ലോ ചാർട്ടിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലേക്ക് മാറുന്നതിനെയാണ് നമ്മൾ കോഡിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതിന് ഹൈ ലെവൽ ലാംഗ്വേജ് ഓർ സോഴ്സ് കോഡ് എന്ന് പറയും. ഒത്തിരി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ട്, ബേസിക്, കോബോൾ, പാസ്കൽ എക്സെട്ര ആർ ദിസ് വൺ. അടുത്തത് ട്രാൻസ്ലേഷൻ. ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ദ പ്രോസസ് ഓഫ് കൺവേർട്ടിങ് എ പ്രോഗ്രാം റിട്ടൺ ഇൻ ഹൈ ലെവൽ ലാംഗ്വേജ് ഇൻ ഇക്വലൻറ്റ് മെഷീൻ ലാംഗ്വേജ്. നമുക്കറിയാം കമ്പ്യൂട്ടറിന് ഈ മനസ്സിലാകത്തില്ല ഇംഗ്ലീഷ് ലെവൽ, അപ്പോൾ അതിനെ മെഷീന് മനസ്സിലാകുന്ന ഭാഷയിലേക്ക് മാറ്റണം. ആ ഒരു പ്രോസസ്സാണ് ട്രാൻസ്ലേഷൻ. ട്രാൻസ്ലേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് കൺവേർട്ടിങ് പ്രോഗ്രാം റിട്ടൺ ഇൻ ഹൈ ലെവൽ ലാംഗ്വേജ് ടു മെഷീൻ ലാംഗ്വേജ്. അപ്പോൾ അങ്ങനെ മെഷീൻ ഒബ്ജക്റ്റ് കോഡാണ്, ഒബ്ജക്റ്റ് കോഡുണ്ട്, സോഴ്സ് കോഡിനെ ഒബ്ജക്റ്റ് കോഡാക്കി മാറ്റുന്നു ട്രാൻസ്ലേഷൻ.
അടുത്ത സ്റ്റെപ്പാണ് ഡീബഗ്ഗിങ്. ഡീബഗ്ഗിങ് എന്ന് പറഞ്ഞാൽ ബഗ് എന്ന് പറഞ്ഞാൽ എറർ, മൂട്ട എന്നാണ്. പ്രോഗ്രാമിംഗ് എറേഴ്സ് ആർ കോൾഡ് ബഗ്. ഒരു പ്രോഗ്രാമിൽ നമ്മൾ എഴുതി കഴിഞ്ഞാൽ എപ്പോഴും ശരിയാകണമെന്നില്ല, തെറ്റൊക്കെ കാണും. ആ തെറ്റിനെയാണ് നമ്മൾ ബഗ് എന്ന് പറയുന്നത്. രണ്ട് തരത്തിലുള്ള ബഗ് ഉണ്ട്. സിൻടാക്സ് എറർ, രണ്ട് ലോജിക്കൽ എറർ. സിൻടാക്സ് എറർ എന്ന് പറഞ്ഞാൽ വെൻ ദ റൂൾസ് ഓർ സിൻടാക്സ് ഓഫ് ദി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആർ നോട്ട് ഫോളോഡ്. ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് ഒരു റൂളുണ്ട്. ആ റൂൾ വയലേറ്റ് ചെയ്യുമ്പോൾ വരുന്നതാണ് സിൻടാക്സ് എറർ. ആ ലോജിക്കൽ എറർ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ എഴുതുന്ന ആൾ വരുത്തുന്ന തെറ്റാണ്. അദ്ദേഹത്തിൻ്റെ ലോജിക്കിൽ വരുന്ന മിസ്റ്റേക്കാണ്. ഇംപ്രോപ്പർ പ്ലാനിങ് ഓഫ് ദി പ്രോഗ്രാം ലോജിക്, ദറ്റ് ഈസ് ലോജിക്കൽ എറർ. അത് ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ അത് കഴിഞ്ഞാൽ അടുത്തതാണ് എക്സിക്യൂഷൻ ആൻഡ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നടപ്പിൽ വരുത്തുന്നു. നമ്മളിപ്പം ഒരു പ്രോഗ്രാം എഴുതി, അത് റൺ ചെയ്തു, അത് ഡീബഗ് ചെയ്തു, കറക്റ്റാക്കി, എന്നിട്ട് എക്സിക്യൂഷൻ ആഫ്റ്റർ തെറ്റ് എന്ന് പറഞ്ഞാൽ അത് നടപ്പിൽ വരുത്തുന്നു. ആ നടപ്പിൽ വരുത്തുമ്പോൾ വരുന്ന ഒരു തരം എറർ ഉണ്ടെങ്കിൽ ആ എററിനെയാണ് റൺ ടൈം എറർ എന്ന് പറയുന്നത്. ആ തെറ്റൊന്നുമില്ല എങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. ഡോക്യുമെൻറ്റേഷൻ. ഡോക്യുമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് തരം ഡോക്യുമെൻറ്റേഷൻ ഉണ്ട്. അത് നമ്മൾ അത് ഇത്രയും നേരം ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ പേപ്പറിലോ പ്രിൻ്റായിട്ടോ ഒക്കെ സൂക്ഷിച്ച് വെക്കുന്ന ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത്. അത് ഇൻറ്റേർണൽ ഡോക്യുമെൻറ്റേഷൻ ഉണ്ട്, എക്സ്റ്റേണൽ ഡോക്യുമെൻറ്റേഷൻ. രണ്ട് തരത്തിലുള്ള ഡോക്യുമെൻറ്റേഷൻ നമുക്ക് അവൈലബിൾ ആണ്. ഇൻറ്റേർണൽ ഡോക്യുമെൻറ്റേഷൻ ആൻഡ് എക്സ്റ്റേണൽ ഡോക്യുമെൻറ്റേഷൻ. ഇൻറ്റേർണൽ എന്ന് പറഞ്ഞാൽ വി ക്യാൻ റൈറ്റ് കമൻറ്റ്സ് ഇൻ ദ സോഴ്സ് കോഡ് ആസ് പാർട്ട് ഓഫ് ഡോക്യുമെൻറ്റേഷൻ. അതിനെയാണ് നമ്മൾ ഈ പ്രോഗ്രാം എഴുതുന്ന സമയത്ത് അതിനകത്ത് തന്നെ പ്രോഗ്രാമിനകത്ത് തന്നെ നമ്മൾ കമൻറ്റ് എഴുതും. ആ കമൻറ്റിനെയാണ് ഇൻറ്റേർണൽ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ വൈൽ ഡെവലപ്പിംഗ് വെബ്സൈറ്റ് ഓർ വേരിയസ് ആപ്ലിക്കേഷൻ ദീസ് മാനുവൽസ് ആർ മാൻഡേറ്ററി. നമ്മളൊരു പ്രോഗ്രാം അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് സഹായകരമായ മാനുവൽസ് ഇറക്കും. അതിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി കുറേ പെർഫോമിംഗ് ഒക്കെ പറയുന്നുണ്ട്. അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല, അതിനകത്തൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയില്ല. ഇതാണ് ഈ ചാപ്റ്ററിൽ എന്ന് പറയാനുള്ളത്. ഇനി നമുക്കിനി അതിൻ്റെ ചെറിയ വിശദാംശങ്ങളിലേക്കൊക്കെ പോകാൻ നമുക്ക് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതാണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. വാട്ട് ഈസ് ദ റോൾ ഓഫ് കമ്പ്യൂട്ടർ ഇൻ പ്രോബ്ലം സോൾവിങ്? അത് നമുക്ക് ഈസി ആയിട്ട് എഴുതാം. പ്രോബ്ലം സോൾവിങ്ങിൽ കമ്പ്യൂട്ടറിൻ്റെ പ്രാധാന്യം എന്ത്? വാട്ട് ആർ അപ്രോച്ചസ് ഇൻ പ്രോബ്ലം സോൾവിങ്? ടോപ്പ് ഡൗൺ ആൻഡ് ബോട്ടം അപ്പ് അത് മുമ്പേ പറഞ്ഞു കഴിഞ്ഞു. ടോപ്പ് ഡൗൺ എന്ന് പറഞ്ഞാൽ ബ്രേക്കിംഗ് ദ ഓവറോൾ പ്രൊസീജിയർ ഇൻ ടു മോഡ്യൂൾസ് ആൻഡ് സബ് ഡിവൈഡ്സ് ദം അണ്ടിൽ ലോവസ്റ്റ് ലെവൽ റീച്ച്. ബോട്ടം അപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട്സ് ഫ്രം ദ ലോവസ്റ്റ് ലെവൽ ടു ദി. വാട്ട് ആർ ദി ഫേസസ് ഓഫ് പ്രോഗ്രാം? ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒരു 7 എണ്ണമുണ്ട്. ഇത് പഠിച്ചു വെച്ചേക്കുക. പേരെഴുതിയാൽ തന്നെ മാർക്ക് കിട്ടും. ഡോക്യുമെൻറ്റേഷൻ എത്ര തരമുണ്ട്? ഇൻറ്റേർണൽ, എക്സ്റ്റേണൽ. വാട്ട് ഇസ് എ കമ്പ്യൂട്ടർ പ്രോഗ്രാം? കമ്പ്യൂട്ടർ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ റിട്ടൺ ഇൻ കമ്പ്യൂട്ടർ ലാംഗ്വേജ് ഇൻ എ പർട്ടിക്കുലർ ഓർഡർ. വാട്ട് ഇസ് എൻ അൽഗോരിതം? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ടു സോൾവ് എ പ്രോബ്ലം. വാട്ട് ഇസ് എ ഫ്ലോ ചാർട്ട്? എ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദി അൽഗോരിതം. ഫ്ലോ ചാർട്ട് സിമ്പിൾസ് പരീക്ഷയ്ക്ക് വെച്ചാണ് ഫ്ലോ ചാർട്ട് സിമ്പിൾസ് ഒക്കെ ഒത്തു വെച്ചേക്കുക. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫ്ലോ ചാർട്ട് അതൊരു 6 എണ്ണമുണ്ട്. പഠിച്ച് വീൻ വിത്ത് ഇൻസ്ട്രക്ഷൻ ടു അക്സെപ്റ്റ് ഇൻപുട്ട്, ചൂസ് വേരിയബിൾസ് ടു റെഫർ ഡാറ്റ. ഈച്ച് ഇൻസ്ട്രക്ഷൻ ഷുഡ് ബി പ്രിസൈസ് ആൻഡ് ക്ലിയർ, ഷുഡ് ബി സിമ്പിൾ, ടോട്ടൽ ടൈം ടു ക്യാരി ഓൾ സ്റ്റെപ്സ് ഷുഡ് ബി ഫൈനൈറ്റ്. അങ്ങനെ കുറേ കാര്യങ്ങൾ. അഡ്വാൻറ്റേജസ് ഓഫ് ഫ്ലോ ചാർട്ട്: better communication, effective analysis, effective synthesis, effective coding. Limitation: time consuming, changing in logic is difficult, no standard. Algorithm select ചെയ്യുന്ന ക്രൈറ്റീരിയ ഒക്കെ അവിടെ പറയുന്നുണ്ട്. അത് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. വാട്ട് ആർ 3 type of errors? സിൻടാക്സ് എറർ, ലോജിക്കൽ എറർ, റൺ ടൈം. പഠിച്ചു വെച്ചേക്കണം. വാട്ട് ഈസ് ബൈ കോഡിംഗ്? പ്രോഗ്രാം എഴുതുന്നതാണ് കോഡിംഗ് എന്ന് പറയുന്നത്. സോഴ്സ് കോഡ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം റിട്ടൺ ഇൻ ഹൈ ലെവൽ ലാംഗ്വേജ്. ഒബ്ജക്ട് കോഡ് എന്ന് പറഞ്ഞാൽ ദ വേർഷൻ ഓഫ് സോഴ്സ് കോഡ് ഗെറ്റ് ആഫ്റ്റർ ട്രാൻസ്ലേഷൻ ഇസ് നോട്ട് ഒബ്ജക്ട് കോഡ്. അൽഗോരിതം ടു ഫൈൻഡ് ദ സം ആൻഡ് ആവറേജ്. നമ്മൾ മുമ്പേ കണ്ടതാണ് സം ആൻഡ് ആവറേജിൻ്റെ പ്രോബ്ലം. അപ്പം ടു ഫൈൻഡ് ദ ലാർജസ്റ്റ് ഓഫ് 3 നമ്പേഴ്സ്. അതിലൊരെണ്ണം നോക്കുക. നിങ്ങൾ നോക്കിയേ, N1, N2, N3 മൂന്നെണ്ണമാണ്. N1 N2-നേക്കാട്ട് വലുതാണെങ്കിൽ എസ് ആണെങ്കിൽ പിന്നെ ഏതുമായിട്ട് ചെക്ക് ചെയ്യും? N1 N3-യെക്കാട്ട് വലുതാണെന്ന് നോക്കും. അത് എസ് ആണെങ്കിൽ N1 വലുത്. N1 ഗ്രേറ്റർ ദാൻ N2 അല്ല എങ്കിൽ അത് N2 N3-യെക്കാട്ട് വലുതാണെന്ന് നോക്കും. അത് എസ് ആണെങ്കിൽ N2 വലുത്. ഇത് രണ്ടും അല്ല എങ്കിൽ N3 ആണ് വലുത്. അത് നിങ്ങൾ നോക്കി പഠിക്കാൻ മതി. ആഡ് ഫസ്റ്റ് 3 ഓഡ് നമ്പേഴ്സ്. ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ n=n+1 എന്ന് മുമ്പേ നമ്മൾ എഴുതി. അതിന് വേറെ n=n+2 എന്ന് എഴുതിയാൽ നമുക്കത് ഓഡ് നമ്പർ കിട്ടും. n1 എന്ന് എഴുതിയാൽ. ഓഡ് ഓർ ഇവൺ അങ്ങനെ പറഞ്ഞ എക്സാമ്പിൾസ് ഉണ്ട്. ഇത്രയും എക്സാമ്പിൾസാണ് അതിനകത്ത് ഉള്ളത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്കൊന്ന് പോകാം. മാർച്ച് 21, 2000 ചോദിച്ചാണ് 2 മാർക്കിന്. അതായത് കഴിഞ്ഞ വർഷം ചോദിച്ചാൽ റൈറ്റ് എനി 2 ലിമിറ്റേഷൻ ഓഫ് ഫ്ലോ ചാർട്ട്. ഫ്ലോ ചാർട്ടിൻ്റെ 2 ലിമിറ്റേഷൻ ചോദിച്ചിട്ടുണ്ട്. ആർ വെരി ടൈം കൺസ്യൂമിങ്, എനി ചേഞ്ച് ഇൻ ദ മോഡിഫിക്കേഷൻ ദ ലോജിക് യൂഷ്വലി റിക്വയർസ് എ കംപ്ലീറ്റ്ലി ന്യൂ ഫ്ലോ ചാർട്ട്. അതുപോലെ മാർച്ച് 2020 ചോദിച്ച മറ്റൊരു ചോദ്യമാണ്. 3 മാർക്കാണ്. ഡിഫൈൻ ദ ഫോളോയിങ് സിൻടാക്സ്, ലോജിക്കൽ, റൺ ടൈം എറർ. സിൻടാക്സ് എറർ എന്ന് പറഞ്ഞാൽ ഡ്യൂ ടു ദി ഇൻകറക്റ്റ് യൂസേജ് ഓഫ് പ്രോഗ്രാം സ്റ്റേറ്റ്മെൻറ്റ്. ലോജിക്കൽ പറഞ്ഞാൽ ഇറ്റ്സ് ആൻ എറർ ഇൻ പ്ലാനിങ് ദ ലോജിക് ഓഫ് ദി പ്രോഗ്രാം. റൺ ടൈം എറർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഒക്കേഴ്സ് ഡ്യൂറിങ് എക്സിക്യൂഷൻ ഓഫ് എ പ്രോഗ്രാം. അതിനാണ് റൺ ടൈം എറർ. ഒരു അൽഗോരിതം തന്നിരിക്കുന്നു. മാർച്ച് 2020 ചോദിച്ചാണ്. സ്റ്റാർട്ട് n=1, പ്രിന്റ് n=n+1, if n<n then go to step 3 stop. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണ്? റൈറ്റ് ദ ഔട്ട്പുട്ട് ഓഫ് ദി അബവ് പ്രോഗ്രാം. 2 മാർക്കാണ്. ഡ്രോ ദി ഫ്ലോ ചാർട്ട് ഓഫ് ദി അബവ് അൽഗോരിതം. 1, 2, 3, 4, 5 അതിൻ്റെ ഔട്ട്പുട്ട് വരും. അതുകൊണ്ട് ഫ്ലോ ചാർട്ട് വരച്ചിരിക്കുന്നു.
നമ്മൾ ഫ്ലോ ചാർട്ട് നേരത്തെ വരച്ചാണ്, അതേ ഫ്ലോ ചാർട്ട് തന്നെയാണ് ഈ കൊടുത്തിരിക്കുന്നത്. അടുത്ത് ജൂലൈ 2019 ചോദിച്ചാണ് പ്രോഗ്രാം റിട്ടൺ ഹൈ ലെവൽ ലാംഗ്വേജ് സോഴ്സ് പ്രോഗ്രാം എന്ന് പറയും. ജൂലൈ 2019 വീണ്ടും ചോദിച്ചിരിക്കുന്ന 3 മാർക്ക്. ഡ്രോ ദി ഫ്ലോ ചാർട്ട് വിത്ത് അൽഗോരിതം ഗിവൺ ബിലോ. ഈ ഒരു അൽഗോരിതം തന്നിട്ടുണ്ട്, ഫ്ലോ ചാർട്ട് വരയ്ക്കാൻ ഈസിയാണ്. ഇൻപുട്ട് A ആണെങ്കിൽ പ്രിൻറ്റ് A അല്ലെങ്കിൽ പ്രിൻറ്റ് B ഈസിയാണ്. ജൂലൈ 2019 മറ്റൊരു ചോദ്യം, ഡിഫറെൻറ്റ് ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ് എക്സ്പ്ലെയിൻ ദ 3 ഡിഫറൻസ്. അത് 5 മാർക്കിൻ്റെ ചോദ്യമാണിത്. അത് എഴുതുക. 3 സ്റ്റേജസ് ഇൻ പ്രോഗ്രാമിംഗ് ആർ പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ, പ്രിപ്പയറിംഗ് അൽഗോരിതം, ഫ്ലോ ചാർട്ട്, കോഡിംഗ്. അപ്പോൾ അതിനെപ്പറ്റി വിശദമായിട്ടൊന്ന് എഴുതുക. വീണ്ടും മാർച്ച് 2019 പിക്ടോർ റെപ്രസെൻറ്റേഷൻ അൽഗോരിതം ഈസ് കോൾഡ് ഫ്ലോ ചാർട്ട്. അൽഗോരിതം ടു ഫൈൻഡ് ദ ബിഗസ്റ്റ് ഓഫ് 2 നമ്പേഴ്സ്. മാർച്ച് 2019 സ്റ്റാർട്ട് സ്റ്റോപ്പ് എഴുതാത്തതിന് 1 മാർക്ക് കിട്ടും. ഇൻപുട്ട് A ദെൻ പ്രിൻറ്റ് A എൽസ് പ്രിൻറ്റ് B. വീണ്ടും ജൂലൈ 2018 ചോദ്യം, പ്രോസസ് ഓഫ് കൺവെർട്ടിംഗ് സോഴ്സ് കോഡ് ഇൻറ്റു ഒബ്ജക്റ്റ് കോഡ് ഈസ് കോൾഡ് ട്രാൻസ്ലേഷൻ. 1 മാർക്കാണ്. ജൂലൈ 2018 ഷോർട്ട് നോട്ട്സ് ഓൺ ദി ഫോളോയിങ് കോഡിംഗ് ഡീബഗ്ഗിങ്. കോഡിംഗ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ എഴുതുന്നതിനാണ് നമ്മൾ കോഡിംഗ് എന്ന് പറഞ്ഞാൽ. ഡീബഗ്ഗിങ് എന്ന് പറഞ്ഞാൽ തെറ്റുകൾ കണ്ടുപിടിക്കുകയും അവയെ തിരുത്തുകയും ചെയ്യുന്നതിനാണ് ഡീബഗ്ഗിങ് എന്ന് പറയുന്നത്. ഫ്ലോ ചാർട്ട് ടു ഫൈൻഡ് ദി സം ആൻഡ് ആവറേജ് ഓഫ് 3 നമ്പേഴ്സ്. ജൂലൈ 2018 ചോദിച്ചാണ്. അത് 3 നമ്പർ ആഡ് ചെയ്യുന്നു, സം പ്രിൻറ്റ് ചെയ്യുന്നു, എന്നിട്ട് ആവറേജ് കാണുന്നു, പ്രിൻറ്റ് ചെയ്യുന്നു. ഓക്കെ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ടു സോൾവ് എ പ്രോബ്ലം. മാർച്ച് 2018 ചോദിച്ചാണ് അൽഗോരിതം. പ്രോബ്ലം സോൾവിംഗ് ബൈ കമ്പ്യൂട്ടർ പ്രൊസീഡ്സ് ത്രൂ ഡിഫറെൻറ്റ് സ്റ്റേജസ്. നെയിം ദ സ്റ്റേജസ് ഈസ് കറക്റ്റ് ഓർഡർ. അപ്പം ഈ കറക്റ്റ് ഓർഡർ നമ്മൾ 7 പഠിച്ചിട്ടുണ്ട്. 7 കറക്റ്റായിട്ട് പഠിക്കുക. മാർച്ച് 2018 ചോദിച്ചാണ്. അതുപോലെ മാർച്ച് 2018 ടു ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 50 നാച്ചുറൽ നമ്പേഴ്സ് അതും ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ അൽഗോരിതം ഫ്ലോ ചാർട്ട് കണ്ട് പഠിക്കുക. അടുത്തത് വാട്ട് ഈസ് ഡീബഗ്ഗിങ്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എറേഴ്സ് ദാറ്റ് മേ ഒക്കർ ഇൻ പ്രോഗ്രാം. ജൂലൈ 2017 ചോദിച്ചാണ്. അത് സിൻറ്റാക്സ് എറർ, ലോജിക്കൽ എറർ, റൺ ടൈം എററാണ്. ഇതൊക്കെ വിശദാംശങ്ങൾ മുമ്പ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സിൻറ്റാക്സ്, ലോജിക്കൽ, റൺ ടൈം എറർ പറഞ്ഞു കഴിഞ്ഞാണ്. അടുത്ത റൈറ്റ് ആൻ അൽഗോരിതം ടു പ്രിൻറ്റ് ദ മൾട്ടിപ്പിൾസ് ഓഫ് 5 ബിറ്റ്വീൻ 100 ആൻഡ് 200 ഇൻ ഡിസെൻഡിങ് ഓർഡർ. ജൂലൈ 2017 ചോദിച്ചാണ്. അതിൻ്റെ അൽഗോരിതം ഇതാണ്. അതനുസരിച്ച് ഫ്ലോ ചാർട്ടും വരച്ചിരിക്കുന്നു, ശ്രദ്ധിക്കുക. എറേഴ്സ് മേ ഒക്കർ ഇൻ 2 സ്റ്റേജസ് ഓഫ് പ്രോഗ്രാമിംഗ്. ജൂലൈ 2017 ചോദിച്ചാണ്. നെയിം ദീസ് 2 സ്റ്റേജസ്, എക്സ്പ്ലെയിൻ ദ നേച്ചർ ഓഫ് എറേഴ്സ് ഇൻ ദീസ് സ്റ്റേജസ്. 3 മാർക്കാണ്. ദ പ്രോസസ് ഓഫ് കറക്റ്റിംഗ് ദീസ് എറേഴ്സ് ആർ നോൺ ആസ് 1 മാർക്കാണ്. ഒന്നാമത്തേൻ്റെ ഉത്തരം ട്രാൻസ്ലേഷൻ ആൻഡ് എക്സിക്യൂഷനാണ്. അതായത് നെയിം ദീസ് 2 സ്റ്റേജസ്, ട്രാൻസ്ലേഷൻ ആൻഡ് എക്സിക്യൂഷൻ. 2 തരത്തിലുള്ള എറർ, സിൻറ്റാക്സ് എറർ, ലോജിക്കൽ എറർ, റൺ ടൈം എറർ. ഇതാണ് 3 തരത്തിലുള്ള എറർ. രണ്ടാമത്തെ പാർട്ട് ദ പ്രോസസ് ഓഫ് കറക്റ്റിംഗ് ദർ ഇസ് കോൾഡ് ഡീബഗ്ഗിങ്. ഇവിടെ മിസ്സിംഗ്, ഫിൽ ഇൻ ദ മിസ്സിംഗ് ബ്ലോക്ക്. മാർച്ച് 2017 ചോദിച്ചാണ്. സോഴ്സ് കോഡ്, ട്രാൻസ്ലേഷൻ ആണ് ഉത്തരം, ഒബ്ജക്റ്റ് കോഡ്. ഇൻ എ ഫ്ലോ ചാർട്ട് ദ ടെർമിനൽ സിംബൽ ആൻഡ് എലിപ്സ് ഇസ് യൂസ് ടു ഇൻഡിക്കേറ്റ് ദി ഡാഷ് ഇൻ ദ പ്രോഗ്രാം ലോജിക്. മാർച്ച് 2017 ചോദിച്ചാണ്. സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ്. ലിസ്റ്റ് ദ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഇൻ പ്രോഗ്രാമിംഗ്. 1 മാർക്ക്. ലിസ്റ്റ് ചെയ്താൽ മതി, പേര് മാത്രം എഴുതിയാൽ മതി. ആ പേര് കാണാതെ പഠിച്ചു വെച്ചേക്കുക. വിച്ച് among വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ദി പ്രോഗ്രാം ഡോക്യുമെൻറ്റേഷൻ. ജൂലൈ 2016 ചോദിച്ചാണ്. കണ്ടോ, ഇതിലേതാണ് പ്രോഗ്രാമുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങളെന്നാണ് ചോദിച്ചേക്കുന്നത്. റൈറ്റിംഗ് കമൻറ്റ്സ് ഇൻ ദ സോഴ്സ് കോഡ്. പക്ഷേ ദി ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ദി ഡോക്യുമെൻറ്റേഷൻ. അതായത് ഡോക്യുമെൻറ്റേഷൻ്റെ പാർട്ടല്ലാത്തത് ഡിറ്റക്റ്റിംഗ് ദ കറക്റ്റിംഗ് എറേഴ്സ്. അതാണ് അതിൻ്റെ ഉത്തരം. 6 ഫ്ലോ ചാർട്ട് സിമ്പിൾസ്. ഇത് പഠിച്ചു വെച്ചേക്കണം, ഏതെങ്കിലും ചോദിക്കുന്നതാണ്. 2016 സെപ്റ്റംബറിൽ ചോദിച്ചതാണ്. അൽഗോരിതം ടു പ്രിൻറ്റ് ദ ഫസ്റ്റ് 100 നാച്ചുറൽ നമ്പേഴ്സ്. ജൂലൈ 2016 ചോദിച്ചതാണ്. അത് നോക്കി മനസ്സിലാക്കുക. എറേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. സിൻറ്റാക്സ് എറർ, ലോജിക്കൽ എറർ, റൺ ടൈം എറർ. വീണ്ടും മാർച്ച് 2017 ചോദിച്ചാണ്. 16 ചോദിച്ചാണ്. അൽഗോരിതം ഈസ് ദ ഫൈനൈറ്റ് സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻ ടു സോൾവ് എ പ്രോബ്ലം. വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അൽഗോരിതം. അൽഗോരിതത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒരു 4 ഉണ്ട്. അത് പഠിച്ചു വെച്ചേക്ക്, ക്യാരക്ടറിസ്റ്റിക്സ്. അതിനുശേഷം വീണ്ടും പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ഓഫ് അൽഗോരിതം ഈസ് കോൾഡ് ഫ്ലോ ചാർട്ട്. ഫ്ലോ ചാർട്ട് ടു ഫൈൻഡ് ദ സം ഓഫ് ആൻഡ് ആവറേജ് ഓഫ് ഈവൻ നമ്പേഴ്സ് ബിറ്റ്വീൻ 1 and 99. മാർച്ച് 2016 ചോദിച്ചതാണ്. കണ്ടോ, ആ ചോദ്യം മനസ്സിലാക്കുക, അത് നന്നായിട്ട് വരയ്ക്കുക. ഒബ്സർവ് ദ ഫോളോയിങ് ഡോക്യുമെൻറ്റ്സ്. ജൂലൈ 2015 ചോദിച്ചതാണ്. ഇൻറ്റേർണൽ ഡോക്യുമെൻറ്റേഷൻ കൺസിസ്റ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് ഓർ ഫോർ ഇൻസ്റ്റാളിംഗ് ആൻഡ് യൂസിംഗ് ദ പ്രോഗ്രാം. ഫ്ലോ ചാർട്ട്സ് ആർ ദ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ അൽഗോരിതം. ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് കറക്റ്റ് ആൻസർ. അപ്പോൾ അതിന് ചോദിക്കുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ബി ഈസ് കറക്റ്റ്. നോക്കുക, മനസ്സിലാക്കുക. ഡ്രോ ദ ഫ്ലോ ചാർട്ട് ടു ഫൈൻഡ് ദ ഫോളോയിങ് അൽഗോരിതം. ജൂലൈ 2015 ചോദിച്ചാണ്. അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം. നിങ്ങൾ അൽഗോരിതം, ഫ്ലോ ചാർട്ടൊക്കെ നന്നായി പഠിക്കുക. എറേഴ്സ് ഏതൊക്കെയാണെന്ന് പഠിക്കുക. ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ് പഠിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല മാർക്ക് അവിടെ നിന്ന് കിട്ടും, യാതൊരു സംശയവുമില്ല. അപ്പം ഇത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഈസി ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് മേടിക്കാൻ പറ്റും. എല്ലാ കുട്ടികളും നന്നായിട്ട് ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായ രീതിയിൽ ഇതിൻ്റെ ഇൻഫർമേഷൻസൊക്കെ കിട്ടും. നിങ്ങൾക്ക് A+ മാർക്ക് മേടിക്കാൻ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്
നിങ്ങൾ പഠിക്കേണ്ടത് പ്രിൻസിപ്പിൾസ് പ്രോഗ്രാമിങ്ങിൻ്റെ 7 സ്റ്റേജസും കാണാതെ പഠിച്ചേക്കുക. എന്നിട്ട് ഓരോന്നോരോന്ന് ഡെവലപ്പ് ചെയ്ത് അല്പം ഒരു ചെറിയ നോട്ട് എഴുതുക. ഇപ്പോൾ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് മോഡലാണ് വന്നിരിക്കുന്നത് നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതിനകത്ത് 5 മാർക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം ഇത് നിങ്ങൾക്ക് കൂടുതൽ മാക്സിമം പേരിലേക്ക് ഇത് ഷെയർ ചെയ്യുക. A+ മാർക്ക് മേടിക്കാൻ ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകരിക്കും. ഇത് ഷെയർ ചെയ്യുക. അതുപോലെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ മെമ്പറായാൽ ആകുക. അത് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഉണ്ട്. കൂടുതൽ നല്ല നിങ്ങളുടെ പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസൊക്കെ ഇതിനകത്ത് ഇടുന്നതായിരിക്കും.